Madre. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:25 തടവറയിൽ കഴിഞ്ഞ പൗലോസും ശീലാസും സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങല പൊട്ടി തടവറയിൽ നിന്നും അവർ രക്ഷ നേടിയതുപോലെ നമ്മളും നമ്മുടെ തടവറ അനുഭവങ്ങൾ വചനം വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് നിന്നെ മോചിപ്പിക്കുന്നു. തടവറയിൽ നിന്നും രക്ഷപ്പെട്ട പൗലോസ് പറഞ്ഞതുപോലെ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ യേശുവിനെ നിന്റെ രാജാവും രക്ഷകനും നേതാവുമായി നീ കരുതണം. വിശ്വസ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മ ഇന്ന് നമ്മൾ പറഞ്ഞു തരികയാണ്, മകനെ, മകളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തടവറ അനുഭവമുണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഉടനെ നീ എന്നെ വിളിക്കുക. ഞാനും നിൻ്റെ ഈശോയും എൻ്റെ അവിടെ വന്ന് നിന്നെ തടവറ അനുഭവത്തിൽ നിന്നും സംരക്ഷിക്കുന്നതായിരിക്കും. രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി നിന്നെ അനുവദിക്കുന്നതായിരിക്കും. ഈശോ സ്നേഹം നിറഞ്ഞവരെയും അപ്പോസ്തല പ്രവർത്തനം 16:25 പറഞ്ഞു തരിക. അർദ്ധരാത്രിയോടത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. സങ്കീർത്തനം 142:7 ഇങ്ങനെ പറഞ്ഞു തരുന്നു, തടവറയിൽ നിന്നെ മോചിപ്പിക്കണമേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ നന്ദി പറയട്ടെ. നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും, എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും. യോന 2:6 പറഞ്ഞു തരുന്നു, പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നും അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തും. വിശ്വസ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലാണോ, തടവറയിലാണോ, ബുദ്ധിമുട്ടിലാണോ, പ്രശ്നങ്ങളിലാണെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു തരികയാണ്, എൻ്റെ മകനോടൊപ്പം ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയാണ്. നമുക്ക് അനുദപിക്കാം, പശ്ചാത്തപിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing